ജപ്പാനിലൂടെയുള്ള സഞ്ചാരത്തിനിടയിൽ നാര എന്ന ചരിത്ര നഗരത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ബസ്. നാരയുടെ സമീപമുള്ള കൊയ്സുമി ചോ എന്ന ഒരു പട്ടണത്തിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. 19-ാം നൂറ്റാണ്ട് വരെയും ഫ്യൂഡൽ പ്രഭുക്കന്മാർ ഭരിച്ചിരുന്ന ഒരു പ്രദേശമാണ് കൊയ്സുമി ചോ. അത്തരം നാട്ടുരാജ്യങ്ങളുടെ ഇന്നത്തെ കാഴ്ചകളൊന്ന് കാണണം. കൂടാതെ ജപ്പാന്റെ ചില നാട്ടാചാരങ്ങളും ഒന്ന് പരിചയപ്പെടണം. ബസ് ഒരിടത്ത് നിർത്തി ഞങ്ങൾ ഇറങ്ങി. ഇവിടെ ഒരു ചെറിയ ക്ഷേത്രമൊക്കെയുണ്ട്. അതൊന്ന് കാണണം. ജപ്പാൻകാരുടെ ട്രഡീഷണൽ ആചാരമാണ് ടീ സെറിമണി. അതിലൊന്ന് പങ്കെടുക്കുകയും വേണം. അതൊക്കെ കാണിക്കുന്ന ഒരു സ്ഥലം ഇവിടെയുണ്ട്. പോകുന്ന വഴിക്ക് ചില ട്രഡീഷണൽ കെട്ടിടങ്ങളൊക്കെ കണ്ട് ഞാൻ അവിടേക്ക് കയറി ചെന്നു. ഇത് ഈ ഗ്രാമത്തിന്റെ ഒരു സെമിത്തേരിയാണ്. ആചാരപരമായി മൃതദേഹ സംസ്കാരം നടത്തുന്ന ഒരു സ്ഥലം. ഇതിനകത്ത് ആളൊന്നുമില്ല. ഞാൻ ഒന്ന് കയറി നോക്കി. മരം കൊണ്ടുള്ള കുറേ കെട്ടിടങ്ങൾ. ഈ പാരമ്പര്യ ശൈലി ഇപ്പോഴും ജപ്പാനിലെ ഗ്രാമങ്ങൾ നിലനിർത്തുന്നുണ്ട്. ഞങ്ങൾ ആ പാതയോരത്തുകൂടി നടന്നു. 17 മുതൽ 19 വരെ നൂറ്റാണ്ടുകളിൽ നാര മേഖലയിലെ ഒരു പ്രമുഖ സാംസ്കാരിക കേന്ദ്രമായിരുന്നു കൊയ്സുമി ചോ. കറ്റാഗിരി എന്ന പ്രഭുവംശമാണ് അക്കാലത്ത് ഇവിടം ഭരിച്ചിരുന്നത്. പിന്നീട് പല പ്രഭുവംശങ്ങളുടെ ഭരണത്തിലൂടെ കൊയ്സുമി ചോ കടന്നുപോയി. ജിക്കോ ഇൻ എന്നൊരു ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ ചെല്ലുന്നത്. 17-ാം നൂറ്റാണ്ടിലെ ക്ഷേത്രമാണത്. നമ്മുടെ ഒരു വള്ളുവനാടൻ ഗ്രാമം പോലെയുള്ള നാട്ടിൻപുറത്തെ മരങ്ങൾക്കിടയിലെ ഇടവഴി. കല്ല് വിരിച്ചിട്ടുണ്ട് എന്നത് മാത്രമേയുള്ളൂ വ്യത്യാസം. ജപ്പാന്റെ തനി ഉൾനാട്. അങ്ങനെ ചെല്ലുമ്പോൾ വള്ളുവനാടൻ ശൈലിയിൽ എന്ന് തോന്നുന്ന ഒരു പടിപ്പുരയുണ്ട്. ഒരു തറവാട് വീടിന്റെ പടിപ്പുര പോലെ. അതും ട്രഡീഷണൽ ശൈലിയിൽ മരച്ചീളുകൾ മേഞ്ഞിരിക്കുന്നതാണ്. അല്ലാതെ ഓടും കോൺക്രീറ്റും ഒന്നുമല്ല. കയറി ചെല്ലുമ്പോൾ കുറച്ചു കെട്ടിടങ്ങളുടെ കോംപ്ലക്സിലേക്ക് എത്തുന്നു. നല്ലൊരു ഉദ്യാനത്തിന് നടുവിലാണത്. ഇതൊരു ക്ഷേത്രം കൂടിയാണ്. ജിക്കോ ഇൻ ടെമ്പിൾ. ഇതിവിടുത്തെ സെൻ ബുദ്ധിസ്റ്റുകളുടെ ഒരു കേന്ദ്രവും കൂടിയാണ്. അവർ ടീ സെറിമണി പോലുള്ള ട്രഡീഷനൊക്കെ നിലനിർത്താൻ വേണ്ടി പല പരിപാടികളും ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട്. വിവിധ ശൈലിയിലുള്ള ടീ സെറിമണിയുണ്ട് ജപ്പാനിൽ. അതിലൊന്ന് രൂപപ്പെട്ടത് ഈ ജിക്കോ ഇൻ ടെമ്പിളിലാണ്. നിലത്തിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഹാളുകളൊക്കെ ഇവിടെ കാണാം. ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമൊക്കെ നിലത്തിരുന്നാണ്. അതിനുള്ള പായകൾ വിരിച്ചിട്ടിരിക്കുന്ന സ്ഥലം. ചെരുപ്പൊക്കെ പുറത്ത് ഊരിയിടണം. ജപ്പാനിൽ വീട്ടിലും ക്ഷേത്രത്തിനകത്തുമൊന്നും ചെരുപ്പിട്ട് ആരും നടക്കില്ല. ഞങ്ങളെല്ലാവരും അവിടെ ഒരു തിണ്ണയിലിരുന്നു. ക്ഷേത്രത്തിലെ റെസിഡന്റ് പ്രീസ്റ്റ് വന്ന് ഒരു ആമുഖ പ്രഭാഷണം നടത്തി. ഇവരുടെ വേഷം മറ്റു നാടുകളിലെ ബുദ്ധിസ്റ്റുകളുടെ പോലെ കാവിയോ ചുവപ്പോ മെറൂണോ ഒന്നുമല്ല. ഇതാണ് ജപ്പാനിലെ ബുദ്ധിസ്റ്റ് പ്രീസ്റ്റുകളുടെ വസ്ത്രം. ജാപ്പനീസ് ട്രഡീഷനെ കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്. ജാപ്പനീസിലാണ് സംസാരിക്കുന്നത്. അതൊക്കെ ഗൈഡ് ടാക്സൺ ട്രാൻസ്ലേറ്റ് ചെയ്തു തരുന്നുണ്ട്. സെൻ ബുദ്ധിസത്തെ കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്. ധ്യാനത്തിന് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ബുദ്ധമത ശാഖയാണ് സെൻ ബുദ്ധിസം. ശ്രീബുദ്ധന്റെ മരണശേഷം 1000 വർഷം കഴിഞ്ഞാണ് ബുദ്ധമതത്തിൽ ഈ ഒരു ശാഖ ഉണ്ടാവുന്നത്. ചൈനയിലും ജപ്പാനിലും 6-ാം നൂറ്റാണ്ട് മുതൽ സെൻ ബുദ്ധിസം വ്യാപകമായി പ്രചാരത്തിലുണ്ട്. വളരെ ഗംഭീരമായ ആംബിയൻസ് ആണിവിടെ. നല്ല ശാന്തമായ ഒരു സ്ഥലം. കിളികളുടെ കൂജനം മാത്രം. നല്ല തണുപ്പ്. സെൻ ബുദ്ധിസ്റ്റുകളുടെ ആചാരങ്ങൾ വ്യത്യസ്തമാണ്. ഇരുത്തം, നടത്തം, മന്ത്രോച്ചാരണം, ഭക്ഷണം കഴിക്കൽ എന്നിവയിലെല്ലാം ഇവർ മറ്റ് ബുദ്ധ സന്യാസിമാരിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്നു. ഇവിടെ ബുദ്ധന്റെ ചെറിയൊരു പ്രതിമയുണ്ട്. ചുറ്റും പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ഒരു തളികയുടെ നടുവിലാണ് അത് വെച്ചിരിക്കുന്നത്. അതിൽ അഭിഷേകമൊക്കെ ചെയ്യുന്നു. അതിനായി മുളകൊണ്ടുള്ള തവികൾ വെച്ചിട്ടുണ്ട്. ഇന്ന് ബുദ്ധന്റെ ജന്മദിനമാണ്. അതുകൊണ്ടാണ് ഈ പ്രത്യേക അഭിഷേകം. ഞങ്ങളും പോയി ബുദ്ധപ്രതിമയിൽ അഭിഷേകം ചെയ്തു. അവിടെ നിന്ന് ഞങ്ങൾ ടീ സെറിമണി നടക്കുന്ന സ്ഥലത്തേക്ക് നടന്നു. ടീ സെറിമണി ജപ്പാൻകാരുടെ രസകരമായൊരു ആചാരമാണ്. ഒരു സാംസ്കാരിക പ്രവർത്തനം എന്ന് തന്നെ പറയാം. സെൻ ബുദ്ധിസ്റ്റുകളാണ് അത് പ്രചരിപ്പിച്ചത്. ജപ്പാനിൽ 9-ാം നൂറ്റാണ്ട് മുതൽ നിലനിൽക്കുന്നതാണ് ആചാരപരമായ ടീ സെറിമണി.
ടീ സെറമണി നടക്കുന്നത് നിലത്ത് പായൊക്കെ വിരിച്ച ഒരു ഹാളിലാണ്. ഞങ്ങൾ അവിടെ പോയി നിലത്ത് ചമ്രം പടിഞ്ഞിരുന്നു. ഒരു സ്ത്രീ വന്ന് ആദ്യം എന്താണ് ടീ സെറമണി എന്നൊക്കെ വിവരിച്ചു. നിലത്തിങ്ങനെ ഇരുന്നിട്ടാണ് ഇവരുടെ ആചാരപരമായ ചടങ്ങുകളെല്ലാം ചെയ്യുക. വിവാഹമാണെങ്കിലും ടീ സെറമണി ആണെങ്കിലും മേശയും കസേരയും ഒന്നുമില്ല. എല്ലാവരുടെയും മുന്നിൽ ഗ്രീൻ ടീ, ബാംബു ബ്രഷ്, അല്പം പഞ്ചസാരക്കട്ട എന്നിവയുണ്ട്. എങ്ങനെയാണ് ടീ സെറമണിയിൽ ചായ ഉണ്ടാക്കുന്നതെന്ന് സ്ത്രീ പറയുന്നു. ടാക്സൺ അത് ട്രാൻസ്ലേറ്റ് ചെയ്തു തരുന്നു. വെള്ളം ഒരു പാത്രത്തിലുണ്ട്. അത് തിളച്ചുകൊണ്ടിരിക്കുന്നു. ആ വെള്ളമെടുത്ത് ആദ്യം പാത്രമൊക്കെ ഒന്ന് കഴുകണം. തിളച്ച വെള്ളം കൊണ്ട് ടീ സെറമണിക്ക് ആവശ്യമായ പാത്രങ്ങളും ഉപകരണങ്ങളുമെല്ലാം കഴുകലാണ് ആദ്യത്തെ ചടങ്ങ്. അത് തന്നെ വളരെ സാവധാനമുള്ള ആചാരപരമായ ചടങ്ങാണ്. നമ്മൾ 10 സെക്കൻഡ് കൊണ്ട് ചെയ്യുന്ന ഒരു പണിക്ക് ഇവിടെ 1-2 മിനിറ്റ് വേണം. ബൗൾ കഴുകി തുടയ്ക്കുന്നു. പിന്നെ ഗ്രീൻ ടീയുടെ പൊടി കോപ്പയിലിടുന്നു. അതിന്റെ പാത്രം അടച്ചുവെച്ചു. എല്ലാത്തിനും ഒരു ചിട്ടയൊക്കെയുണ്ട്. തണുത്ത വെള്ളവും തിളച്ച വെള്ളവും മിക്സ് ചെയ്യുന്നതാണ് അടുത്ത പരിപാടി. ചൂട് ക്രമീകരിക്കാനാണത്. പിന്നെ ആ വെള്ളം മുളം തവി കൊണ്ട് കോരിയെടുത്ത് ചായപ്പൊടിയിട്ട ബൗളിലേക്ക് ഒഴിക്കുന്നു. ഇതൊക്കെ നമ്മളും ചെയ്യണം. മുള കൊണ്ടുള്ള ഒരു തരം ബ്രഷുണ്ട്. ചൂടുവെള്ളവും ഗ്രീൻ ടീ പൊടിയും ബ്രഷ് പോലുള്ള ഉപകരണം കൊണ്ടൊന്ന് ഇളക്കുന്നതോടെ ചായ റെഡിയായി. ഇത്രയേ ഉള്ളൂ കാര്യം. എന്നിട്ട് ഇത് കുടിക്കേണ്ട രീതിയൊക്കെയുണ്ട്. അവരുടെ ജോലി കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് തുടങ്ങാം. എല്ലാവരും ചെയ്തോളാൻ പറഞ്ഞു. സ്ത്രീ ഉണ്ടാക്കിയ ചായ നമ്മുടെ 2-3 സുഹൃത്തുക്കൾക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തു. അവർ അത് കുടിച്ചു. ഇവിടുത്തെ സഹായികളായ യുവതികളുണ്ട്. അവർ തിളച്ച വെള്ളം ഫ്ലാസ്കിൽ നിന്ന് ഞങ്ങളുടെ ബൗളുകളിലേക്ക് ഒഴിച്ചു തന്നു. ബൗളുകളിൽ നേരത്തെ തന്നെ ഗ്രീൻ ടീ പൊടി ഇട്ടുവച്ചിട്ടുണ്ട്. അതിൽ വെള്ളം ഒഴിക്കുന്നതോടെ ഒരു പച്ച ദ്രാവകമായി അത് മാറുന്നു. ഇനി അതിനെ ഈ ബ്രഷ് കൊണ്ട് നന്നായി ഇളക്കണം. ചെറിയ തോതിൽ ഇളക്കിയാൽ പോരാ, ചായ പതയണം. നമ്മുടെ സുഹൃത്തുക്കളും പോയി ഇളക്കുന്നു. പലരും എത്ര ഇളക്കിയിട്ടും പത വരുന്നില്ല. ഒടുവിൽ അത് കുടിക്കുന്ന രീതി വിവരിച്ചു. 2 കൈയും കൊണ്ട് ഇങ്ങനെ പിടിച്ചു കുടിക്കണം. കുടിക്കുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. നല്ല കയ്പാണ്. കഷായം കുടിക്കും പോലെ പലരും വളരെ ബുദ്ധിമുട്ടിയാണ് ഗ്രീൻ ടീ അകത്താക്കുന്നത്. പക്ഷേ നല്ല ആരോഗ്യദായിനിയാണ് ഇതെന്നാണ് പറയുന്നത്. ചൈനയിലേതിൽ നിന്ന് വ്യത്യസ്തമായി ജപ്പാനിൽ ഗ്രീൻ ടീ നേർമയായി പൊടിച്ചാണ് ഉപയോഗിക്കുക. ചൈനയിൽ ടീ സെറമണിയിൽ പൊടിക്ക് പകരം ചായയുടെ ഇല തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. ഏതായാലും ചായ കുടിച്ച് ആരോഗ്യം വർദ്ധിപ്പിച്ച് ഞങ്ങൾ തിരികെ പുറത്തേക്ക് നടന്നു. പുൽപ്പായി വിരിച്ച തിണ്ണകൾ പലയിടത്തുമുണ്ട്. ചുറ്റും ഉദ്യാനങ്ങൾ. അതിമനോഹരമായ ഒരു ആംബിയൻസ് ആണ്. നമ്മുടെ സംഘത്തിലെ പലർക്കും ഇന്നിവിടെ താമസിക്കണമെന്ന് തന്നെ തോന്നിപ്പോയി. മനോഹരമായ ഒരു തടാകമുണ്ട് ഒരു ഭാഗത്ത്. ട്രഡീഷണലായ കെട്ടിടങ്ങൾ. കുറച്ചുനേരം ഇവിടെ കിടന്നുറങ്ങാൻ തോന്നുന്ന മട്ടിലുള്ള ഒരു സ്ഥലം. ഇതാണ് ജിക്കോ ഇൻ ടെമ്പിളിന്റെ പടിപ്പുര. ശരിക്കും ഒരു ഗ്രാമം. ഇടയ്ക്കിടെ സന്ദർശകർ വരുന്നുണ്ട്. ആ തൊടിയിൽ മതിൽ കെട്ടിയിട്ടൊന്നുമില്ല. മണ്ണുകൊണ്ടുള്ള തിട്ട, അതാണ് മതിൽ. പണ്ട് കേരളത്തിലെ ഉൾഗ്രാമങ്ങളിലൊക്കെ ഇങ്ങനെ കാണാമായിരുന്നല്ലോ. ജാപ്പനീസ് ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലുമുള്ള വ്യത്യാസം മാത്രം. ജിക്കോ ഇൻ ഗാർഡൻസ് എന്നാണ് ഇവിടുത്തെ ഉദ്യാനവും കെട്ടിടങ്ങളുമെല്ലാം ഉൾപ്പെടുന്ന പ്രദേശം മൊത്തത്തിൽ അറിയപ്പെടുന്നത്. 1934 മുതൽ ഇത് ജപ്പാനിലെ നാഷണൽ ഹിസ്റ്റോറിക് സൈറ്റാണ്. ജാപ്പനീസ് ടീ സെറമണിയിലെ സെക്കിഷ്യു റിയു എന്ന ശാഖയുടെ തുടക്കം ജിക്കോ ഇൻ ടെമ്പിളിൽ നിന്നാണ്. അതിനാലാണ് ഇപ്പോഴും അവിടെ ടീ സെറമണി ഒരു പ്രത്യേക ചടങ്ങായി നടക്കുന്നത്. ഞങ്ങൾ ഗ്രാമത്തിലേക്കിറങ്ങി. ഗ്രാമത്തിലും ട്രഡീഷണലായ അമ്പലങ്ങളും മറ്റു കെട്ടിടങ്ങളും പലയിടത്തും കാണാം. എല്ലാ ഗ്രാമത്തിലും ഇങ്ങനെ ഒരു ഷോപ്പിംഗ് ഏരിയ ഉണ്ടാകും. അവിടെ പലവിധ സാധനങ്ങളാണ് വിൽക്കുന്നത്. ഇവിടെ കിടക്കുന്ന കാറുകളാണ് ഞാൻ ശ്രദ്ധിച്ചത്. എല്ലാം ബോക്സി സ്റ്റൈൽ കാറുകളാണ്. ജപ്പാനിൽ ഇപ്പോൾ കാറുകളുടെ പുതിയ ട്രെൻഡ് ബോക്സിയാണ്. ഹൈവേ സ്റ്റാർ എന്ന നിസാന്റെ ഒരു കാറാണിത്. ഹൈബ്രിഡ് കാർ. സുസുക്കിയുടെ വണ്ടിയുമുണ്ട്.
ഇപ്പോൾ ജപ്പാനിലെ വഴിയിൽ കാണുന്നതിൽ ഏതാണ്ട് 50% കാറുകളും ഇത്തരം ബോക്സി സ്വഭാവത്തിലുള്ളതാണ്. ബോക്സി സ്വഭാവമുള്ള കാറുകൾ ഇന്ത്യയിലും വന്നു തുടങ്ങിക്കഴിഞ്ഞു. മിക്കവാറും വീടിന്റെ മുറ്റത്തും പറമ്പിലുമൊക്കെ കിടക്കുന്നത് ചതുരപ്പെട്ടി പോലുള്ള കാറുകളാണ്. വഴിയെ പോകുന്നതും അങ്ങനെ തന്നെ. ഇത് സുസുക്കിയുടെ ഒരു കാറാണ്, അതും ബോക്സിയാണ്. വഴിയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന മിക്കവാറും കാറുകൾ ഇങ്ങനെയാണ്. ചതുരപ്പെട്ടി പോലെ ഇരിക്കുന്ന ഇത്തരം കാറുകളാണ് ഇപ്പോൾ ജപ്പാനിൽ വലിയ ട്രെൻഡ്. ഇന്ത്യയിലും ഇനി അതൊരു ട്രെൻഡായി മാറിയേക്കും. ഞങ്ങൾ അവിടെ നിന്നും ബസ്സിൽ കയറി യാത്ര തുടരുകയാണ്. ഇനി നാരായിലേക്കാണ് പോവുക. കൊയ്സുമി പട്ടണത്തിന്റെ ഭാഗങ്ങൾ തന്നെയാണ് ഇതൊക്കെ. എല്ലാ ഗ്രാമത്തിലൂടെയും ഇങ്ങനെ കനാലുകൾ പോകുന്നത് കാണാം. ജലം നിറഞ്ഞുകിടക്കുന്ന കനാലുകൾ. പിന്നെ വലിയ തടാകങ്ങളുണ്ട്. വടക്കൻ കേരളത്തിലൊക്കെയുള്ള വലിയ ചിറകൾ പോലുള്ള ജലാശയങ്ങളും എല്ലാ ഗ്രാമത്തിലും കാണാം. ഇതൊക്കെ വളരെ കാലം മുൻപേ നിർമ്മിച്ചവയാണ്. വരൾച്ച ഉണ്ടാകാതിരിക്കാൻ വളരെ ശാസ്ത്രീയമായിട്ടാണ് ജപ്പാൻ ജലത്തെ മാനേജ് ചെയ്യുന്നത്. കൊയ്സുമി പട്ടണത്തോട് ചേർന്നുള്ള ഗ്രാമത്തിന്റെ കാഴ്ചകളാണ് ഇതെല്ലാം. ഗ്രാമത്തിലെ വീടുകൾ. വലിയ മതവിശ്വാസികളാണ് ജപ്പാൻകാർ. നമ്മുടെ നാട്ടിലേതുപോലെ ഇത്തരം ഗ്രാമങ്ങളിലെല്ലാം ചെറുതും വലുതുമായ കോവിലുകളും ക്ഷേത്രങ്ങളും ഉണ്ടാവും. ഷിൻഡോ മതമാണ് ഇവിടുത്തെ പ്രബലമായ മതം. കാമി എന്ന ദേവതമാരെ മാത്രമല്ല, പ്രകൃതിയെയും പൂർവികരെയും ദൈവങ്ങളായി കണ്ട് ആരാധിക്കുന്നവരാണവർ. ബുദ്ധിസമാണ് ജപ്പാനിലെ രണ്ടാമത്തെ മതം. ബുദ്ധിസത്തിൽ പല ശാഖകളുണ്ടല്ലോ. അവയിൽ സെൻ ബുദ്ധിസം പിന്തുടരുന്നവരാണ് ഇന്നാട്ടുകാരിൽ കൂടുതലും. ഗ്രാമമാകട്ടെ, ചെറുപട്ടണമാകട്ടെ, നഗരമാകട്ടെ, ഒഴിവുള്ള എല്ലായിടങ്ങളും കൃഷിയിടങ്ങളാക്കി മാറ്റിയിരിക്കുന്നതാണ് ജപ്പാനിലെ മറ്റൊരു കാഴ്ച. നെൽകൃഷിയാണ് കൂടുതലും. മലകൾ നിറഞ്ഞ ഒരു രാജ്യമാണ് ജപ്പാൻ. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൃഷി ചെയ്യാനുള്ള സ്ഥലം വളരെ കുറവാണ്. രാജ്യത്തെ മൊത്തം ഭൂമിയുടെ 12% മാത്രമാണ് ഇവിടെ കൃഷി ചെയ്യാൻ പാകത്തിലുള്ളത്. അരിയാണ് ജപ്പാനിലെ പ്രധാന ആഹാരം. അതുകൊണ്ട് തന്നെ നെൽകൃഷിക്ക് ഇവിടെ വലിയ പ്രാധാന്യം ലഭിക്കുന്നു. ജപ്പാനിലെ കർഷകരിൽ ഭൂരിഭാഗവും 65 വയസ്സിൽ കൂടുതലുള്ളവരാണ് എന്നതാണ് ഒരു പ്രത്യേകത. ഗ്രാമത്തിലെ കാർഷിക കുടുംബങ്ങളിൽ നിന്ന് യുവാക്കൾ ജോലി തേടി നഗരങ്ങളിലേക്ക് ചേക്കേറുന്നതാണ് പതിവ്. പക്ഷേ പ്രായമാകുമ്പോൾ അവർ തങ്ങളുടെ കുടുംബത്തിന്റെ കൃഷിഭൂമിയിലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ ബസ് ഒരു പാർക്കിംഗ് ഗ്രൗണ്ടിലേക്കെത്തി. ലഞ്ചിന്റെ സമയമായിരിക്കുന്നു. അതിനാണ് വണ്ടി നിർത്തിയത്. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഇവിടെ ഒരു ട്രഡീഷണൽ റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചഭക്ഷണം. ട്രഡീഷണൽ ജാപ്പനീസ് ഫുഡ്. ഇന്നലെ ഉച്ചയ്ക്കും ഞങ്ങൾ കഴിച്ചത് ട്രഡീഷണൽ ഫുഡാണ്. ഇന്നലെ കഴിച്ചത് സുഷിയാണെങ്കിൽ ഇന്ന് ഹോട്ട് പോട്ടാണ് കഴിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞങ്ങൾക്കായി ഒരു ഹാൾ ഒരുക്കിയിട്ടുണ്ട്. ട്രഡീഷണൽ രീതിയിലാണ് ഇവിടുത്തെ ഇരിപ്പിടമൊക്കെ. നമ്മൾ നിലത്തിരുന്ന ശേഷം കാല് ഒരു കുഴിയിലേക്ക് ഇറക്കി വെക്കുന്നു. അതാണ് ഇവിടുത്തെ രീതി. ഇരിക്കാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ കയറാനും ഇറങ്ങാനും കുറച്ച് പ്രയാസമുണ്ടാവും. എല്ലാവരും നിരന്നിരുന്നു. ഹോട്ട് പോട്ട് മേശയിലുണ്ട്. എല്ലാവർക്കും ഓരോ അടുപ്പുമുണ്ട്. അത് പെൺകുട്ടികൾ വന്ന് കത്തിച്ചു തന്നു. ഗ്യാസ് അടുപ്പാണ്. അതിലാണ് ഭക്ഷണം ഇരിക്കുന്നത്. അത് വേവിക്കാൻ തുടങ്ങുന്നത് ഞങ്ങൾ ചെന്ന ശേഷമാണ്. മാംസം, വെജിറ്റബിൾസ് ഇതെല്ലാം ഉണ്ട് മേശയിൽ. നമ്മൾ അത് സ്വയം പാകം ചെയ്ത് കഴിക്കണം. പൊട്ടിച്ച ഒരു മുട്ടയുണ്ട്. ഉപ്പും മറ്റു പൊടികളുമുണ്ട്. ഇതെല്ലാം എങ്ങനെയാണ് നമ്മൾ കഴിക്കേണ്ടതെന്ന് അവിടുത്തെ പെൺകുട്ടികളും നമ്മുടെ ഗൈഡ് ടാക്സണും കൂടി പറഞ്ഞു തന്നു. ഹോട്ട് പോട്ട് ഭക്ഷണം തണുപ്പ് കാലത്താണ് ഇവർ കൂടുതൽ കഴിക്കുന്നത്. നാബെ എന്നാണ് ഇത് പൊതുവെ അറിയപ്പെടുന്നത്. നാബെ എന്നാൽ പോട്ട് എന്നാണ് അർത്ഥം. എല്ലാവരുടെയും അടുപ്പ് കത്താൻ തുടങ്ങി. ഇനി കുറച്ചു സമയമെടുക്കും ഭക്ഷണം വേകാൻ. ഒരു 10-15 മിനിറ്റ്. അതുവരെ കഴിക്കാനുള്ള വേറെ വിഭവങ്ങളുണ്ട്. അടുപ്പിലെ പാത്രത്തിൽ ഇതാണുള്ളത്.
ചുവന്ന നല്ല ബീഫ്. ഇതാണ് പ്രധാന ഫുഡ്. പിന്നെ ആ മൂടി വെച്ചിരിക്കുന്ന പാത്രങ്ങളിൽ കുറച്ച് ചോറുമുണ്ട്. ഇതാണ് എനിക്കുള്ളത്. ബീഫും വെജിറ്റബിൾസും. എന്തോ സോസൊക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഈ മുട്ട അതിനകത്തേക്ക് ഒഴിക്കണം. ചോറുണ്ട്. പിന്നെ സൂപ്പ് പോലെ ചിലത്. ചോപ്സ്റ്റിക്ക് കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിൽ ഞങ്ങളുടെ സംഘത്തിലെ പലരും വിദഗ്ധരായി കഴിഞ്ഞു. എന്നാൽ ചിലർക്ക് ഇപ്പോഴും അതങ്ങനെ വഴങ്ങി തുടങ്ങിയിട്ടില്ല. പറഞ്ഞുകൊടുത്ത രീതിയിലല്ല സ്റ്റിക്കുകൾ പിടിക്കുന്നത്. അതുകൊണ്ടാണ്. ഒരു സ്റ്റിക്ക് കയ്യിൽ ഇളകാതെ പിടിക്കണം. മറ്റേ കോല് മാത്രം ചലിപ്പിച്ചു വേണം ഭക്ഷണമെടുക്കാൻ. 2 കോലും ചലിപ്പിച്ചാൽ പ്ലേറ്റിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വലിയ പാടായിരിക്കും. ചിലർ ഇങ്ങനെ കോലുകൊണ്ട് കുത്തിയെടുത്താണ് കഴിക്കുന്നത്. പക്ഷേ ബഹുഭൂരിപക്ഷം പേരും ചോപ്സ്റ്റിക് ഉപയോഗിക്കാനും അതുകൊണ്ട് ചെറുതും വലുതുമായ കഷ്ണങ്ങൾ എടുക്കാനും പഠിച്ചു കഴിഞ്ഞു. ഇടയ്ക്ക് അടുപ്പിൽ വെന്തുകൊണ്ടിരിക്കുന്ന മാംസം തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെന്ത് കഴിയുമ്പോൾ പൊട്ടിച്ചു വച്ചിരിക്കുന്ന മുട്ട അതിനകത്തേക്ക് ഒഴിക്കണം. അത് മുകളിൽ ബുൾസൈ പോലെ കിടക്കും. വെന്ത് കഴിയുമ്പോൾ ഈ രൂപത്തിലാകും ബീഫ്. ഗംഭീര രുചിയുള്ള ബീഫായിരുന്നു. പക്ഷേ ഭക്ഷണം കഴിഞ്ഞ് ഇതിനകത്ത് നിന്ന് എണീക്കലാണ് പണി. പലരെയും താങ്ങി എഴുന്നേൽപ്പിക്കേണ്ടി വന്നു. പഗ് ഇനത്തിലെ പട്ടിയുടെ മുഖം പോലുള്ള കുറെ കാറുകളാണ് പുറത്തിറങ്ങുമ്പോൾ പാർക്കിങ്ങിൽ കാണുന്നത്. ബോക്സി ടൈപ്പ് ഡിസൈനിലുള്ള കാറുകൾ തന്നെ. മുൻവശം ഇടിഞ്ഞു കൂടിയതുപോലെയുണ്ട്. എവിടെ ചെന്നാലും ഇതാണ്. ജപ്പാനിലാണ് ഈ ട്രെൻഡ് കണ്ടു തുടങ്ങിയത്. അത്തരം കുറേ വണ്ടികൾ കിടക്കുന്നുണ്ട്. നിസാന്റെയും ഹോണ്ടയുടെയും സുസുക്കിയുടെയും ഒക്കെ വണ്ടികൾ. എല്ലാ പ്രമുഖ കമ്പനികളും കാർ ഡിസൈനിങ്ങിൽ ഈ ഒരു മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞു. ഹോണ്ടയുടെ പല കാറുകൾ. ഇതെല്ലാം പുതിയ മോഡലുകളാണ്. ഈ മോഡലുകൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിത്തുടങ്ങിയിട്ടില്ല. ഞങ്ങൾ ഇനി നാരയിലേക്ക് പോവുകയാണ്. നാര ഒരു ചരിത്ര നഗരമാണ്. അതിശയിപ്പിക്കുന്ന കാഴ്ചകളുള്ള നഗരം. ജപ്പാനിൽ ഏതുവഴി സഞ്ചരിക്കുമ്പോഴും ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും. ജപ്പാൻകാരെ പോലെ പരസ്പര ബഹുമാനത്തോടെ പെരുമാറുന്ന ഒരു ജനസമൂഹം വേറെയുണ്ടോ എന്ന് സംശയമാണ്. ടൂറിസ്റ്റുകളാവട്ടെ സ്വദേശികളാവട്ടെ ഏത് ഹോട്ടലിലും ഏത് സ്ഥാപനത്തിലും അവർ ചെല്ലുമ്പോഴേ അവിടെയുള്ളവർ താണുവണങ്ങും. വളരെ ഭവ്യതയോടെ പെരുമാറും. വളരെ സൗമ്യമായി സംസാരിക്കും. വഴിയിലൂടെ വാഹനത്തിൽ പോകുന്നവർ വെറുതെ ഹോണടിക്കില്ല. ഓവർടേക്ക് ചെയ്യില്ല. പാതയിൽ മത്സര ഓട്ടവുമില്ല. കുടുംബ ബന്ധങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്നവരാണ് ഈ നാട്ടുകാർ. ജപ്പാന്റെ കെട്ടുറപ്പിന്റെ കാരണം കുടുംബങ്ങളിലെ കെട്ടുറപ്പാണെന്ന് പറയാറുണ്ട്. മുതിർന്നവരോടുള്ള ബഹുമാനവും അവരെ കുടുംബത്തിലെ ഏറ്റവും പ്രധാന വ്യക്തികളായി കാണുന്നതും ഏതൊരു വീട്ടിലെയും കാഴ്ചയാവും. മുതിർന്നവരെ ബഹുമാനിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുന്നു. കഴിവതും കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് ഇവിടുത്തെ പതിവ്. ഈ സമയം ഭക്ഷണം ഷെയർ ചെയ്യുന്നത് സ്നേഹത്തിന്റെയും കരുതലിന്റെയും പ്രതിഫലനം കൂടിയാവും. വീടിനകം എപ്പോഴും വൃത്തിയോടെ കിടക്കണമെന്നത് ജപ്പാൻകാർക്ക് നിർബന്ധമുള്ള കാര്യമാണ്. ഇല്ല, പറ്റില്ല, ചെയ്യില്ല തുടങ്ങിയ വാക്കുകൾ ഇവർ കഴിവതും ഒഴിവാക്കും. നേരിട്ടില്ല എന്ന് പറയാനുള്ള മടികൊണ്ട് അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും അവർ ചെയ്യാറുണ്ടെന്നതാണ് രസകരമായ മറ്റൊരു കാര്യം. നമ്മൾ കരുതും ചൈനയിൽ വലിയ തോതിൽ വ്യവസായം വളരുകയും ആ രാജ്യം ലോകത്തിന്റെ ഉൽപാദന കേന്ദ്രമായി മാറുകയും ചെയ്തപ്പോൾ ജപ്പാനിൽ ബിസിനസ് ഇടിഞ്ഞുവെന്ന്. അങ്ങനെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ചൈനയുടെ മുന്നേറ്റം കൊണ്ട് ജപ്പാൻ ഉണ്ടായിട്ടില്ല. കാരണം ജാപ്പനീസ് കമ്പനികളും അവരുടെ മാനുഫാക്ചറിംഗ് ചൈനയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇവിടുത്തെ പല പ്രശസ്തമായ കമ്പനികൾക്കും ചൈനയിൽ മാനുഫാക്ചറിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ജപ്പാനിൽ കിട്ടുന്ന പല വസ്തുക്കളും ചൈനീസ് പ്രോഡക്റ്റുകളാണിപ്പോൾ. ചൈനയിൽ ഉണ്ടാക്കിയ ജാപ്പനീസ് പ്രോഡക്റ്റുകൾ. അതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് ഉറപ്പുവരുത്തുന്നതെന്ന് ഞാൻ ടാക്സിനോട് ചോദിച്ചു. പല സാധനങ്ങളും ചൈനയിൽ ഉണ്ടാക്കുമ്പോൾ ജപ്പാൻ കമ്പനികൾ അവരുടെ സ്റ്റാഫിനെയും സൂപ്പർവൈസേഴ്സിനെയും അവിടെ നിയോഗിക്കും. ഇവരുടെ പേര് പോകാത്ത രീതിയിലുള്ള ഗുണനിലവാരം ആ പ്രോഡക്റ്റിനുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ അത് പുറത്തുവിടൂ. ചൈനയിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഇവിടുത്തെ കമ്പനികൾക്ക് സൂപ്പർവൈസേഴ്സിനെ അവിടെ വിട്ട് ക്വാളിറ്റി ഉറപ്പുവരുത്താൻ പറ്റും.
ടൊയോട്ട, പനാസോണിക്, മിസ്ബിഷി, സോണി, ഹോണ്ട, നിസാൻ, ഷാർപ്പ്, കാനോൺ, ഹിറ്റാച്ചി, സുസുക്കി തുടങ്ങിയ ജാപ്പനീസ് കമ്പനികൾക്കെല്ലാം ചൈനയിൽ വിപുലമായ മാനുഫാക്ചറിംഗ് യൂണിറ്റുകളുണ്ട്. ഇതൊക്കെ ക്ഷേത്രങ്ങളാണ്, ബുദ്ധക്ഷേത്രങ്ങളും മറ്റും. അങ്ങനെ നിരവധി ക്ഷേത്രങ്ങൾ ഈ യാത്രയിൽ പാതയോരത്ത് കാണാം. നാര പട്ടണത്തിലേക്ക് കയറി. പട്ടണത്തിന്റെ പുറത്താണ് ഞങ്ങൾ ആദ്യം കാണാൻ പോകുന്ന സ്ഥലമൊക്കെ. ഇത് നാരയിലെ സിറ്റി ഹാളാണ്. നാര നഗരത്തിന്റെ ഭരണസിരാകേന്ദ്രം. വലിയൊരു പട്ടണമാണ് നാര. നമ്മൾ നാരയിലെ പ്രധാന ഹെറിറ്റേജ് സ്ഥലത്തേക്കാണ് പോകുന്നത്. നാരയിൽ വലിയൊരു മരക്ഷേത്രമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ മരക്ഷേത്രം. 17 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ വന്നിട്ടുള്ള നഗരമാണ് നാര. ആ നഗരത്തിന്റെ കാഴ്ചകളിലൂടെ സഞ്ചാരം തുടർന്നു.